സിഒഎ സ്വപ്നമന്ദിരം യാഥാർത്ഥ്യമായി. പ്രൗഢഗംഭീരമായ ചടങ്ങിൽ മന്ത്രി രാമചന്ദ്രൻ കടന്നപ്പള്ളി ഉദ്ഘാടനം നിർവഹിച്ചു. ഉദുമ പാലക്കുന്നിൽ 3 നിലകളിലായി 7500 സ്ക്വയർ ഫീറ്റിൽ അത്യാധുനിക സംവിധാനത്തോടു കൂടിയുള്ള ഓഫീസ് സമുച്ചയമാണ് പണി കഴിപ്പിച്ചിട്ടുള്ളത്. കേബിൾ TV ഓപ്പറേറ്റേഴ്സ് അസോസിയേഷൻ കാസർഗോഡ് ജില്ലാ കമ്മിറ്റിയുടെ ചിരകാല സ്വപ്നം പൂവണിഞ്ഞു. അത്യാധുനിക സംവിധാനങ്ങളോടുകൂടിയുള്ള കാസർഗോഡ് വിഷൻ ടവർ പാലക്കുന്നിൽ മന്ത്രി രാമചന്ദ്രൻ കടന്നപ്പള്ളി ഉദ്ഘാടനം ചെയ്തു. ഉദുമ പാലക്കുന്നിൽ 3 നിലകളിലായി 7500 സ്ക്വയർ ഫീറ്റിൽ അത്യാധുനിക സംവിധാനത്തോടുകൂടിയുള്ള ഓഫീസ് സമുച്ചയമാണ് പണി കഴിപ്പിച്ചിട്ടുള്ളത്. വാർത്താവിനിമയ രംഗത്ത് ഇന്ന് ഓരോ ദിവസവും നിരവധി വാർത്തകൾ രംഗത്ത് വരും. വാർത്താവിനിമയം പ്രവർത്തിക്കുന്ന സ്ഥാപനം എന്ന നിലക്ക് നിങ്ങളുടെ പ്രവർത്തന രംഗത്ത് സത്യസന്ധത ഒരു മുഖ്യ ഘടകമായി മാറ്റിയേ പറ്റും. വാർത്തകൾ സംപ്രേഷണം ചെയ്യുമ്പോൾ, അത് വിശദീകരിക്കുമ്പോൾ നിങ്ങൾക്ക് നിങ്ങളുടെ കാഴ്ചപ്പാടുകളൊക്കെ ഉണ്ടായിരിക്കും, അതുണ്ടാകണം. ഈ സംവിധാനത്തിൻ്റെ പ്രയോക്താക്കളും വക്താക്കളുമൊക്കെ അങ്ങനെ കാഴ്ചപ്പാടുള്ളതായിരിക്കും. പക്ഷേ ഏത് കാഴ്ചപ്പാട് ഉൾക്കൊള്ളുമ്പോഴും ആ വാർത്തകളുടെ സംപ്രേഷണത്തിൽ 100% സത്യസന്ധത, വിശ്വാസ്യത ഇത് നിങ്ങൾക്ക് സ്വീകരിക്കാൻ കഴിയുമെന്ന് ഞാൻ ആഗ്രഹിക്കുകയാണ്. ഉപദേശിക്കാൻ നിർദ്ദേശിക്കാനൊന്നും ഞാനാണില്ല, പക്ഷേ അങ്ങനെ ആഗ്രഹിക്കുക. ആ നിലയുള്ളതാണ് നമ്മുടെ സംവിധാനത്തിൻ്റെ പ്രവർത്തനം. വികാരപരമായും സാഹചര്യങ്ങളെ പ്രയോജനപ്പെടുത്തിയും അങ്ങനെയുള്ള ഒരുപാട് ദൃശ്യമാധ്യമ പ്രവർത്തനങ്ങൾ നിങ്ങളെ ഞാൻ കാണുകയാണ്. അതെല്ലാം ഉണ്ടായിരിക്കും, പലപ്പോഴും കാണാൻ കഴിയും. പക്ഷേ ഏത് രംഗത്തും പരിപാലിക്കപ്പെടേണ്ട ഒരു കൃത്യനിർവഹണ ബോധമുണ്ട്. കാര്യക്ഷമതയോടൊപ്പം അത് ജനങ്ങൾ കാണുകയും ചെയ്യുമ്പോൾ ഇന്ന ചാനൽ അത് കാണണം. കാസർഗോഡ് വിഷൻ ടവർ ഈ കാര്യങ്ങളിൽ സംശുദ്ധിയുടെയും പ്രകാശത്തിൻ്റെയും ഒരു ഘടകമാണ് എന്ന് ബോധ്യപ്പെടുത്താൻ കഴിയുന്ന വിധം ജനമനസ്സിലെ സ്വാധീനം ചെലുത്തുവാനും ബന്ധപ്പെടുത്തുവാനും കഴിയുന്ന നിലയിൽ കാസർഗോഡ് വിഷൻ അതിൻ്റെ പ്രവർത്തനങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകും എന്ന് ഞാൻ പ്രതീക്ഷിക്കാൻ. ചടങ്ങിൽ ഉദുമ MLA CH കുഞ്ഞമ്പു അധ്യക്ഷത വഹിച്ചു. ഈ കാസർഗോഡ് വിഷൻ ടവറിൽ നിന്നാണ് ഇനി കാസർഗോഡ് വാർത്ത, അതുപോലെ തന്നെ എൻ്റർടൈൻമെൻറ്റ് പരിപാടി എല്ലാം തന്നെ സംപ്രേഷണം ചെയ്യുന്നത്. നമുക്ക് നമ്മുടെ വീട്ടിലിരുന്ന് കാണുന്ന വലിയ ചാനലുകളിൽ അല്ലെങ്കിൽ ദേശീയ അന്തർദേശീയ തരത്തിലുള്ള ചാനലുകൾക്കൊപ്പം തന്നെ കാസർഗോഡ് വിഷൻ പരിപാടികളും കാണാനുള്ള അതിൻ്റെ പ്രഭവ കേന്ദ്രം ഇവിടെ വെച്ചാണ്. ഇത്ര മനോഹരമായൊരു കെട്ടിടം 2 വർഷം മുമ്പ് ഞാൻ തന്നെയാണ് തറക്കല്ലിട്ടതെന്നാണ് എൻ്റെ ഓർമ്മ. ഒന്നുകിൽ അധ്യക്ഷനെ ഞാൻ തറക്കല്ലിട്ട് കൃത്യമായി ഞാൻ ഓർക്കുന്നില്ല. ഏതായാലും അന്ന് ഇത്ര പെട്ടെന്ന് വരുമെന്ന് തോന്നിയിട്ടില്ല. പറഞ്ഞ സമയബന്ധിതമായത് പൂർത്തിയാക്കാൻ കഴിഞ്ഞു എന്നതാണ് ഇതിൻ്റെ സംഘാടകരുടെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു നേട്ടം. CCN ഓഫീസ് ഉദ്ഘാടനവും CH കുഞ്ഞമ്പു MLA നിർവഹിച്ചു. NH അൻവർ മെമ്മോറിയൽ ഹാളിന്റെ ഉദ്ഘാടനവും ഫോട്ടോ അനാച്ഛാദനവും COA സംസ്ഥാന പ്രസിഡന്റ് പ്രവീൺ മോഹൻ നിർവഹിച്ചു. കാസർഗോഡ് വിഷൻ ഓഫീസ് ഉദ്ഘാടനം COA സംസ്ഥാന ജനറൽ സെക്രട്ടറി PB സുരേഷ് നിർവഹിച്ചു. ഉദുമ പഞ്ചായത്ത് മെമ്പർ മുഹമ്മദ് ഷിയാസ് കാസർഗോഡ് വിഷൻ തീം സോങ് റിലീസിന്റെ ഉദ്ഘാടനവും CCN വീഡിയോ ലോഞ്ച് ഉദ്ഘാടനം COA സംസ്ഥാന ട്രഷറർ ബിനു ശിവദാസും നിർവഹിച്ചു. കാസർഗോഡിന്റെ മണ്ണിൽ വിജ്ഞാനവും വിനോദവും വിരൽത്തുമ്പിലെത്തിച്ച് അറിവിന്റെ പുതിയ ലോകം തുറന്നു വെച്ച വിപ്ലവമാണ് CCN. ഉദുമ പഞ്ചായത്ത് പ്രസിഡന്റ് രാജേന്ദ്രൻ PV, ഹക്കീം കുന്നിൽ, ഗോവിന്ദൻ പള്ളിക്കാപ്പിൽ എന്നിവർ ചടങ്ങിൽ മുഖ്യാതിഥികളായിരുന്നു. KCCL ചെയർമാൻ K ഗോവിന്ദൻ, സിഡ്കോ പ്രസിഡന്റ് K വിജയകൃഷ്ണൻ, ന്യൂസ് മലയാളം 24x7 MD അബൂബക്കർ സിദ്ദിഖ്, കേരള വിഷൻ ന്യൂസ് ചെയർമാൻ സിബി PS, KCCL MD PP സുരേഷ് കുമാർ, കേരള വിഷൻ ന്യൂസ് MD പ്രജീഷ് അച്ചാണ്ടി തുടങ്ങിയവർ സംസാരിച്ചു. COA ജില്ലാ പ്രസിഡന്റ് VV മനോജ് കുമാർ, KCCL ഡയറക്ടർ M ലോഹിതാക്ഷൻ, കേരള വിഷൻ ന്യൂസ് ഡയറക്ടർ ഷുക്കൂർ കോളിക്കര, സംസ്ഥാന കമ്മിറ്റി അംഗം സതീഷ് K പാക്കം, ജില്ലാ ട്രഷറർ വിനോദ് P, CCN MD മോഹനൻ തുടങ്ങിയവർ ചടങ്ങിൽ പങ്കെടുത്തു. CCN ചെയർമാൻ K പ്രദീപ് കുമാർ സ്വാഗതവും ജില്ലാ സെക്രട്ടറി ഹരീഷ് P നായർ നന്ദിയും പറഞ്ഞു.
ചടങ്ങിൽ വെച്ച് TV മോഹനൻ, മാധവൻ നായർ, അബ്ദുറഹ്മാൻ ബപ്പിടി എം, അബ്ദുല്ല കുഞ്ഞി എം, ഉമേഷ് എന്നിവർക്കുള്ള സ്നേഹോപഹാരവും സമർപ്പിച്ചു. നമ്മുടെ മാനേജിംഗ് ഡയറക്ടർ മോഹനൻ സാറാണ് ഉപഹാരം ഏറ്റുവാങ്ങുന്നത്. ഓൾ ഇൻ ഓൾ ആയി നമ്മുടെ കൂടെ നിന്ന് പ്രിയപ്പെട്ട മാധവേട്ടൻ ഉപഹാരം സ്വീകരിക്കുന്നു. കൈമാറുകയാണ്. കാസർഗോഡ് വിഷൻ ചാനലിന്റെ പുതിയ ലോഗോ രൂപകൽപ്പന ചെയ്ത മുഹമ്മദ് ജാസിറിന് പ്രശസ്തി പത്രവും ക്യാഷ് അവാർഡും സമ്മാനിച്ചു. തുടർന്ന് ഏഷ്യാനെറ്റ് സ്റ്റാർ സിംഗർ ഫെയിം ബലറാമും ശ്രീലക്ഷ്മി ശ്രീധറും സംഘവും നയിച്ച 7 നോട്ട്സ് ബാൻഡിന്റെ ഗാനമേളയും അരങ്ങേറി. ന്യൂസ് ബ്യൂറോ, ഉദുമ.